ഭരണകർത്താക്കൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് പോലും പഴി കേൾക്കേണ്ടി വരുന്നത് പോലീസുകാരാണ്. സേനയിലെ ഒരു വിഭാഗം പാർട്ടിയുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ അതിനും പഴിയും തെറിയും കേൾക്കേണ്ടി വരുന്നത് സേനയിലെ എല്ലാവരും കൂടിയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചാകരയായിരുന്നു. പൂക്കോട്ട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ വിഷയത്തിൽ മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമാക്കുകയും ചെയ്തു. പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ പോലീസിന് നന്നേ പണിപ്പെടേണ്ടി വന്നു. വനിതാ പ്രവർത്തകരുടെ അസഭ്യ വർഷം കേട്ട് മിണ്ടാതെ നിൽക്കാൻ മാത്രമേ വനിതാ പോലീസുകാർക്കും കഴിഞ്ഞുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്രയധികം സമ്മർദ്ദമുള്ള ജോലി വേറെയില്ല. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് പോലീസുകാർ ജോലി ചെയ്യുന്നത്. പൊതുജനങ്ങളും അത് മനസ്സിലാക്കണം. സേനയിലെ ഒരു വിഭാഗം ചെയ്യുന്നതിന് എല്ലാവരും ഉത്തരവാദികളല്ല എന്നുകൂടി തിരിച്ചറിയണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് DNA ന്യൂസിൻ്റെ ക്യാമറാമാൻ ജെയിൻ ശിവൻസ് പകർത്തിയ ദൃശ്യങ്ങളാണിത്.